യൂത്ത് വ്യാജം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാലക്കാട് കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ച് ഒരു യുവജന സംഗമം സംഘടിപ്പിച്ചായിരുന്നു. ബിൽഡപ്പിന് കുറവുണ്ടാകില്ലല്ലോ, അതിൽ പിന്നെ സാമർഥ്യം പറയണോ? കഞ്ഞിക്കുഴികൾ അക്കാര്യത്തിൽ വിദഗ്ധന്മാരാണ്. അങ്ങനെ നേരത്തെ ജനുവരി 30 സംഘടിപ്പിച്ച പരിപാടി സംഘടനയ്ക്കകത്തുള്ള കുതുകാൽ വെട്ട് കാരണം നേരെ ഫെബ്രുവരി 5 മാറ്റുകയായിരുന്നു. ഫെബ്രുവരി 5 ഇത് നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പരാക്രമങ്ങളൊന്ന് കാണേണ്ടതാണ്. നമസ്കാരം, അരുൺകുമാർ പാലക്കുറിശിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. ഏകാധിപത്യത്തിന് മുന്നിൽ ഭരണഘടനയാണ് ആയുധം, യൂണിറ്റി ഫോർ ഡെമോക്രസി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരത്ത് പാലക്കാട് വെച്ച് ആയിരക്കണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്ന യുവജന സംഗമം നടക്കുകയാണ്. ഏകാധിപതികൾക്ക് മുന്നിലുള്ള അവർക്കെതിരെയുള്ള ശക്തമായ സമരമായി ഈ യുവജന സംഗമം മാറുകയാണ്. നിങ്ങളെല്ലാവരും ഈ പരിപാടിയിലേക്ക് നാളെ പാലക്കാട്ടേക്ക് കടന്നു വരണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് വ്യാജന്മാരുടെ ഈ ക്ഷണം ആദ്യം നിരസിച്ചത് ഉദ്ഘാടകൻ തന്നെയായിരുന്നു. അതാണ് അതിലെ ബഹു കോമഡി. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെ യൂത്ത് വ്യാജന്മാർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ പരിപാടി തുടക്കത്തിൽ തന്നെ ഇതായിരുന്നു അവസ്ഥ. പാലക്കാട് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെ യുവജന സംഗമം പൊളിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആളില്ലാതായത്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അടക്കമുള്ള നേതാക്കൾ പരിപാടി ബഹിഷ്കരിച്ചു. കണ്ടില്ലേ? ഇനിയിപ്പോൾ അതിന്റെ ദൃശ്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. പരിപാടിക്ക് വേണ്ടി ആളെ കൂട്ടാൻ വേണ്ടി പരമാവധി അനൗൺസ്മെന്റുകൾ നടത്തിയിട്ടും ആളെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. സൈഡിൽ നിൽക്കുന്ന ആളുകൾ പ്ലീസ്, ഈ സൈഡിൽ സീറ്റ് ഉണ്ട്. ഇനിയും പേര് വിളിക്കണ ദയവേതുകൊണ്ട് മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരും ഈ സൈഡിൽ വീണ്ടും സീറ്റുണ്ട്. മുന്നിൽ നിൽക്കുന്ന എല്ലാവരും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വേദിയിലേക്ക് ഇരിക്കണം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഈ വേദിയിലേക്ക് കടന്നിരിക്കണം. പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ബാക്കി വീണ്ടും ആ പുറകിൽ നിൽക്കുന്ന ട്രാവലറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും പ്ലീസ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും അങ്ങോട്ട് കടന്നിരിക്കണം. ബഹുമാന്യരായ കോൺഗ്രസിൻ്റെ നേതാക്കൾ, KPCCയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കണ്ടില്ലേ? ഇതായിരുന്നു അവസ്ഥ. ഇങ്ങനെ വലിയ പൊലിപ്പീര് കൊടുത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ വേണ്ടത്ര ആളെ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ കാണാൻ ആളില്ലെങ്കിലും വേദിക്കകത്തെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. ഇവിടെ അതും ഉണ്ടായില്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് ആ പരിപാടി കൃത്യമായി തെളിയിക്കുകയാണ്. അതായത് യൂത്ത് വ്യാജൻ എന്തോ ഒരു വലിയ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നാണ് പറയുന്നത്. വെന്റിലേറ്ററിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലാണ് ഈ സംഘടനയെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ MLA ആയിട്ട് യൂത്ത് വ്യാജൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജില്ലയിൽ തന്നെ യൂത്ത് സംഗമം സംഘടിപ്പിച്ചുകൊണ്ടും എൻ്റെ കഴിവ് തെളിയിക്കാമെന്ന് കരുതിയതാണ്. ആ ജില്ല പോയിട്ട് കേരളത്തിലെ മുഴുവൻ യൂത്തന്മാരെയും അവിടെ വണ്ടിയും പിടിച്ചെത്തിച്ചിട്ട് ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ വിരലിലെണ്ണാവുന്നവരെ മാത്രമേ ഈ രീതിയിൽ എത്തിക്കാൻ പറ്റൂ എന്ന് സംസ്ഥാന പ്രസിഡന്റ് പരിപാടിയിൽ തന്നെ തെളിഞ്ഞു. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഉദ്ഘാടകൻ പോലും വരാതിരുന്നതും. എന്തിനേറെ പറയുന്നു, പാലക്കാട്
DCC പ്രസിഡന്റ് പോലും ആളില്ലാത്തത് കൊണ്ട് പരിപാടി ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തൊരവസ്ഥയാണ്! ഈ യൂത്തന്മാരെ വെച്ചിട്ടാണ് കേരളത്തിലെ മാപ്രകൾ ഇവരെന്തോ മലമറിക്കുന്നു എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ആ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ്. അതായത് അത് പേരെടുത്ത് പറഞ്ഞ് നന്ദി അറിയിക്കാൻ പോലും ആളെ കിട്ടാത്ത സാഹചര്യത്തിൽ 2 വാക്കിൽ ചുരുക്കുന്ന ഗതികേടിലേക്ക് അത് എത്തിപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രഖ്യാപിച്ചതുകൊണ്ട് നടത്തി. അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടും ഒക്കെ വന്ന് പതിവ് കാസറ്റ് ഇട്ടൊന്ന് പ്ലേ ചെയ്യിച്ച് പൊടിയും തട്ടി അങ്ങ് പോകുന്നു. പരിപാടി പൊളിഞ്ഞ വിവരം ബാക്കിയുള്ള മാപ്രകളെല്ലാം പൊതിഞ്ഞു പിടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പുറത്തു വരില്ലെന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ ഈ നാട്ടിൽ എല്ലാവർക്കും അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. സംസ്ഥാന പരിപാടിയും ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു യുവജന സംഗമത്തിൽ ഭരണഘടനയ്ക്ക് പിന്നിൽ അണിനിരത്താൻ പോലും യൂത്തന്മാരില്ലാത്ത ഗതികേടിലേക്ക് ആ സംഘടന എത്തിയെന്ന് വേണം വിലയിരുത്താൻ.